ഞെട്ടിക്കുന്ന നടുക്കുന്ന ഒരു വീഡിയോ ദൃശ്യം വന്നിട്ടുണ്ട്. ഏകദേശം 7 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതായത് കൊല്ലം ജില്ലയിൽ ഒരു സ്കൂള്, ആ സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ആ സ്കൂളിൽ നല്ലവരായ കുറേ ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്കൂളിൽ കുറേ പേര് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളായിട്ട് ആ സ്കൂളിൻ്റെ വില ഞാൻ കളയുന്നില്ല. അവിടുത്തെ ഒരു ടീച്ചർ എടുത്ത വൃത്തികെട്ട പണിയാണ്. ആ ഒരു വീഡിയോ ദൃശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതായത് ഏകദേശം 35 മുസ്ലിം വിദ്യാർത്ഥികൾ ആ സ്കൂളിലേക്ക് മുസ്ലിം കുട്ടികളെ ചേർക്കാൻ കൊണ്ടുപോയപ്പോൾ ഈ ടീച്ചർ പറയുകയാണ്, ഇല്ല, ഇവരെ ഈ സ്കൂളിൽ ചേർക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് പറഞ്ഞയക്കുകയാണ്. അത് വലിയ വിവാദമാവുകയാണ്. അവിടുത്തെ നാട്ടുകാർ, അതായത് ജാതി മതം നോക്കാതെ അവിടുത്തെ നല്ലവരായ ക്രിസ്ത്യാനികളും നല്ലവരായ ഹിന്ദുക്കളും നല്ലവരായ മുസ്ലിമീങ്ങളും ഒരുമിച്ച് ആ സ്കൂളിലേക്ക് പോയിട്ട് ആ ടീച്ചറെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നടുങ്ങുന്ന വീഡിയോ ദൃശ്യം ഞാനിപ്പോൾ വെച്ചു തരാം. അതിനുശേഷം ആ ടീച്ചറിൻ്റെ ഭാഗം, ആ വീഡിയോ ക്ലിപ്പ് ഏകദേശം 7 മിനിറ്റ് ഉണ്ടാവും. 7 മിനിറ്റും നിങ്ങൾ ഓരോരുത്തരും മിസ് ചെയ്യാതെ കാണണം. കാരണം അതിൽ നാട്ടുകാർ ആ ടീച്ചറോട് ഓരോ ചോദ്യം ചോദിക്കുന്നുണ്ട്, ടീച്ചർക്ക് ഉത്തരം മുട്ടുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ടീച്ചർ മുസ്ലിം വിദ്യാർത്ഥികളെ എടുക്കാത്തത് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഞെട്ടിക്കുന്ന ചില വിവരം കിട്ടിയിട്ടുണ്ട്. മതം നോക്കാതെ ഞാൻ കാര്യം പറയും. ഓക്കെ, ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണാം, നാട്ടുകാർ വളയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്, പൊന്നു മനുഷ്യന്മാരെ, ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള വീഡിയോ നാലാളിലേക്ക് എത്തണം. ഇനി വർഗീയത ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം നാട്ടുകാർ വളഞ്ഞിട്ടാക്രമിക്കുന്ന ആ ഒരു വീഡിയോ ആദ്യം കാണാം. ഓക്കെ, സൗകര്യമുള്ളപ്പോ ചെയ്താൽ മതിയോ? സാറേ, ഇവരെ വിടത്തില്ല, അതുള്ളൂ. ഇവരെ വിടത്തില്ല. വേറൊരു കാര്യം, ഇവരെ വിടത്തില്ല. ഇവരെ ഈ നമുക്ക് കിട്ടിയ പരാതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ പരാതിയിൽ കാര്യമുള്ളത് ഇതില് നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഞാൻ കാര്യങ്ങൾ പറയാം. ഇവിടെ ഏത് കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന പോലീസല്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ നിന്ന് ടീച്ചറെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതോ ടീച്ചറെ പിരിച്ചുവിടേണ്ടതോ പോലീസല്ല. ഈ 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് പറയുന്നത് ഞാനാണോ? ഒരു പരാതി കിട്ടും, അന്വേഷിക്കാൻ വരുന്നത് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാണ്. അത് പിന്നെ എന്തോ റീസൺ നിങ്ങൾ അഡ്മിഷൻ എടുക്കാത്ത റീസൺ പറയാനല്ലേ പറയുന്നത്? മലയാളത്തിലല്ലേ ചോദിക്കുന്നേ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 28, 29, 30 പോട്ടെ, ആ കഴിഞ്ഞ ഈ അധ്യയന വർഷം തുടങ്ങുന്ന തലേന്ന് ദിവസം വരെ ഇവിടെ വന്ന ടീച്ചർ എന്ത് ചെയ്തു? പുഴുങ്ങി തിന്നോ? ടീച്ചർ എന്താ ചെയ്തേ? ആ അത്രയും കുട്ടികളെ എന്തുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തില്ല? അതിന്റെ റീസൺ ഒന്ന് പറയാനാ ടീച്ചറിനോട് മണിക്കൂറുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ടീച്ചറിന്റെ എതിരെ മൊഴി കൊടുത്തു പറഞ്ഞ് ഒരു സഹപ്രവർത്തകയല്ലേ കടിച്ചത്. കടിച്ചില്ലെങ്കിൽ ആ ടീച്ചർ പറയട്ടെ. ടീച്ചറെ വായിക്കാത്തോട്ട് കൈ കൊണ്ട് വെച്ച് കടിച്ചത് എന്ത്? ടീച്ചറെ ഈ 35 പിള്ളേർ നിങ്ങളുടെ വായിക്കാത്ത കൈ കൊണ്ട് വെച്ചോ? ഈ 35 പിള്ളേര് നിങ്ങൾക്ക് ഇതിപ്പോ പറഞ്ഞല്ലോ, 35 പിള്ളേര് 35. പിന്നെ നിങ്ങൾ അങ്ങനെ ഇതൊന്ന് പറ. ഈ ടീച്ചറെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു 35 പിള്ളേര് ഇവിടെ പഠിക്കാൻ വന്നു പറയാം. ടീച്ചർക്ക് എന്താ പ്രശ്നം? ടീച്ചറാണോ അവർക്ക് ചെലവ് കൊടുക്കുന്നത്?
പിന്നെ എന്തുകൊണ്ടാ അവരെ വിളിക്ക്, എന്നാ അവരെ വിളിക്ക്. അവരെ വിളിച്ച് കാണിക്ക്. അവരെ വിളിച്ച് കാണിക്ക്. ടീച്ചർ എന്തുകൊണ്ടാണ് അഡ്മിഷൻ കൊടുത്തില്ല? അഡ്മിഷൻ കൊടുക്കാത്ത റീസൺ ഒന്ന് വ്യക്തമായിട്ട് പറ. അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. റീസൺ എന്താ നിങ്ങൾ നിയമപരമായിട്ടാ ചെയ്തത് എന്താണ് ചെയ്തത് ഞങ്ങൾ കൂടെ അറിയണ്ടായോ? ഞങ്ങളുടെയും കൂടെ പൈസ തന്നിട്ടാ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഞങ്ങൾ ടാക്സ് കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് ശമ്പളമായിട്ട് തരുന്നത്. അതിന് അറിയാനുള്ള ഒരു മൗലികമായ അവകാശം ഞങ്ങൾക്കുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. അതെന്ത് നിങ്ങൾ തെറ്റിയിട്ടില്ല, നിങ്ങൾ ചെയ്ത എന്തോ ഇതിനെപ്പറ്റി അറിയത്തില്ല. ടീച്ചറാണ് ഇവിടെ പറയുന്നത്. ഇത്രയും 35 പിള്ളേരെ ടി സി എന്ത് ചെയ്യും? ഇന്നലെ നിങ്ങൾ 2 പിള്ളേരെ എന്തിനാ റിമൂവ് ചെയ്തേ? വിത്തൗട്ട് അവര് റിക്വസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ടി സി അവർക്ക് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തുകൊണ്ട് അവരെ റിമൂവ് ചെയ്ത്? ഇന്നൊരു പയ്യനെ റിമൂവ് ചെയ്തത് നിങ്ങൾ ഇവിടെ സിസ്റ്റം ഉണ്ടല്ലോ, ഞങ്ങളെ കാണിച്ചതാ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാലോ. ആ പേരൻസിനെ നിങ്ങൾക്ക് കാണണോ? ആ പേരൻസിനെ കാണണോ? നിങ്ങൾക്കെതിരെ മൊഴി പറയാൻ 35 പേരൻസ് ഇവിടെ വരും, കാണണോ? അതുകൊണ്ടാ പറഞ്ഞത് എന്ത് റീസൺ? നിങ്ങൾ ഒരു സ്ത്രീയാണ് എന്നെ ഉപദ്രവിച്ച ഏതാണ്ട് നിങ്ങൾ അകത്ത് പോകുന്നത് ഒരു കുഴപ്പമില്ല. തർക്കിച്ചൊന്നും കാര്യമില്ല. ടീച്ചർ കൃത്യമായ റീസൺ ഇന്ന കാരണത്താലാണ് ഞാൻ ഇന്നലെ ഇവിടെ അഡ്മിഷൻ കൊടുക്കാഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രശ്നം ടീച്ചർ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. ഒരാളോട് ചോദിക്കണ്ട. ഉച്ചഭക്ഷണം പോലും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. ഇവിടുത്തെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നത്? ഇവിടുത്തെ ഉച്ചഭക്ഷണം പോലും കറക്റ്റ് ചെയ്യാത്ത ഒരു അസംബ്ലി പോലും ഇല്ലാത്ത സ്കൂളായത്. ഒരു അസംബ്ലി പോലും നടക്കുന്നില്ല. ഞാനൊരു സ്കൂൾ ഉണ്ടതാണ്. ഒരു സ്കൂളില് ഒരു അസംബ്ലി നിങ്ങൾക്ക് ശമ്പളം കിട്ടും, നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളം കിട്ടും എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് നിങ്ങളുടെ. നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ മറുപടി ഒന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് ഇത്രയും കുട്ടികളെ ഇവിടെ അഡ്മിഷൻ എടുത്തില്ല? നിങ്ങൾ ഇവിടെ ടി സി ഇങ്ങോട്ട് വന്നതല്ലേ, അതിന്റെ ലിസ്റ്റ് ഇവിടെ കാണുമല്ലോ. അത് ഞങ്ങളത് കാണിച്ചാ. ഇല്ലെങ്കിൽ അവര് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടെന്ന് അവര് റിക്വസ്റ്റ് ചെയ്ത് അത് ഞങ്ങളെ കാണിച്ചാ ഞങ്ങൾ പോകാൻ പ്രശ്നമില്ല. അതല്ലാതെ നിങ്ങൾക്ക് ഒരു മതമുണ്ട്, നിങ്ങൾ ആ മതത്തിന്റെ പേരിൽ ഇത്രയും കുട്ടികളെ ഇവിടുന്ന് മാറ്റിയത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഞങ്ങൾ അതിന്റെ വ്യക്തമായ കാരണം അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതിനി നിങ്ങൾ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മറുപടി കേൾക്കാൻ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. അതിനൊക്കെ മറുപടി അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഒരു അധ്യാപകൻ കഴിച്ചവര് അവിടെ ഉണ്ട്. ആ ടീച്ചർ അവിടെ ഉണ്ട്. ആ ടീച്ചറിനെ പോയി കണ്ടു നോക്ക്. ഈ അധ്യാപിക എന്ന് പറയാൻ പോലും ഇത് അറിയാമല്ല. നിങ്ങളടുത്ത് ഞങ്ങൾ എങ്ങനെ ടീച്ചറെ വിളിക്കും? നിങ്ങൾ സസ്പെൻഷനിൽ പോയത് എന്തിനായിരുന്നു? 4 പ്രാവശ്യം സസ്പെൻഷനിൽ പോയത് എന്തിനായിരുന്നു? നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാത്തോണ്ടല്ലേ? ആണോ? നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു സമുദായത്തിലുള്ള കുട്ടികളോട് പ്രശ്നമുള്ളത് കൊണ്ട് നിങ്ങളെ ഇവിടെ ആക്കി. ഇവിടെ ഞങ്ങളെല്ലാം കുറച്ച് എല്ലാവരും എല്ലാ ജാതിയിലുള്ളവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ്. നിങ്ങളുടെ ഏത് സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളെല്ലാം ഇവിടെ ജാതിയും മതമൊന്നുമില്ല ജീവിക്കുന്നത്. അതിനിടയ്ക്ക് ഇവിടെ ഇത്രയും വർഷമായിട്ട് ഒരു എത്ര വർഷം പഴക്കമുള്ള സ്കൂളായത്? ഇത്രയും വർഷമായിട്ട് ഇവിടെ ഞങ്ങൾക്ക് വന്ന് ഒരു അധ്യാപകരെടുത്തോ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥികളെടുത്തോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കേണ്ട അവസരം വന്നിട്ടില്ല ഇതുവരെ. നിങ്ങളൊരു ഒറ്റ ഒരാള്. ഇതിനു മുമ്പ് ഇതുവരെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഷയം വന്നത് പുറത്തു വന്നത് കൊണ്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ കാരണം ഇവിടുത്തെ ടീച്ചർ രാജിവെച്ച് പോയില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു സമുദായത്തിൽപ്പെട്ട ഒരു ടീച്ചർ രാജിവെച്ച് പോയില്ലേ? ഇത്രയും കുട്ടികൾ ഈ സ്ട്രെങ്ത് ഇല്ലാത്ത ഈ സ്കൂളിൽ 10-38 പിള്ളേർ പഠിക്കാൻ വന്നിട്ട് അവരെ അഡ്മിഷൻ ഒരു സമുദായത്തിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തിയത് ശരിയായിട്ടുള്ള നടപടിയാണ്. നിങ്ങൾ പറയുന്നത് നിയമപരമായിട്ടൊന്നും ചെയ്തിട്ടില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല. റീസൺ ഒന്ന് പറ. ഇതാ ഇന്ന കാരണത്താലാണ് ഞാൻ കൊടുക്കാഞ്ഞത് അഡ്മിഷൻ. ആ റീസൺ ആ റീസൺ പോലും ടീച്ചറിനെ. ഓക്കെ, ഒരു കാര്യം പറയാം. അതായത് ഈ ടീച്ചറെ കുറിച്ചിട്ട് എനിക്കറിഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് ടീച്ചർ നമ്മളോട് പറഞ്ഞ കാര്യം, നാട്ടുകാരോട് വായ് തുറന്നിട്ടില്ല ടീച്ചർ. ഇത് കേസായപ്പോൾ, ഇത് വിവാദമായപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് 35 മുസ്ലിം കുട്ടികൾ, പിഞ്ചോമന മക്കൾ ആ സ്കൂളിൽ ചേരാൻ വന്നപ്പോൾ അവരുടെ മാതാപിതാക്കൾ ടീച്ചറോട് പറഞ്ഞത്രേ, ഞങ്ങളുടെ കുട്ടികൾ വെള്ള ഡ്രസ്സ് ഇട്ടിട്ടും തൊപ്പി വെച്ചിട്ടും ഇവിടേക്ക് വരും സ്കൂളിലേക്ക്.
അവരെ സമയാസമയം നിസ്കരിക്കാനയക്കണം, മറ്റതാക്കണം, മറിച്ചതാക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അഡ്മിഷൻ കൊടുക്കാത്തത് എന്നാണ് ടീച്ചർ പറഞ്ഞത്. ടീച്ചറെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അഥവാ അങ്ങനെ മുസ്ലിം സഹോദരങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് ഞാൻ കൊടുക്കാം. മുസ്ലിം സഹോദരങ്ങളോട് ഒരു കാര്യം പറയുകയാണ്, ടീച്ചർ പറയുന്നതാണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ടോ? നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുസ്ലിം സഹോദരങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ കണ്ടെത്തലിൽ ഞാൻ മനസ്സിലാക്കിയത്. എന്നാലും അത് ടീച്ചർ പറയുന്നത് എവിടെയെങ്കിലും ശരിയുണ്ടെങ്കിലോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു സ്കൂളെന്ന് പറയുന്നത്, ഗവൺമെൻറ് സ്കൂളെന്ന് പറയുന്നത്, ആ സ്കൂളിൽ ഹിന്ദുക്കൾക്കും പഠിക്കാം, മുസ്ലിമീങ്ങൾക്കും പഠിക്കാം, ക്രിസ്ത്യാനികൾക്കും പഠിക്കാം, മതമുള്ളവനും ഇല്ലാത്തവനും ട്രാൻസ്ജെൻഡറിനും ആർക്ക് വേണമെങ്കിലും പഠിക്കാം. അവിടെ ഒരു നിയമമുണ്ട്, ഒരു യൂണിഫോം, സ്കൂൾ യൂണിഫോം. എന്തിനാണ് സ്കൂൾ യൂണിഫോം നിർമ്മിച്ചത്? അതൊരു കാര്യം ഞാൻ പറയാം. അതായത് വലിയ പൈസ ഉള്ള വിദ്യാർത്ഥികൾ നല്ല വലിയ ഡ്രസ്സൊക്കെ ഇട്ട് വരും, പാവങ്ങൾ ഒന്നുമില്ലാതെ സ്കൂളിലേക്ക് പോകും. അതുകൊണ്ടാണ് യൂണിഫോം പോലെയുള്ളത് നിലവിൽ വന്നതൊക്കെ പണ്ട് കാലത്ത്. അപ്പോൾ സ്കൂളിനൊരു ചെല്ലുണ്ട്. 9 മണിക്ക് സ്കൂൾ തുടങ്ങിയിട്ട് 4 മണിക്ക് സ്കൂൾ അവസാനിക്കും, 2 മണിക്ക് ബ്രേക്ക് ഉണ്ട്, അതേപോലെ ഇന്ന യൂണിഫോം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച എല്ലാ സ്കൂളിലും 12:30 തന്നെ ഫുഡ് കഴിക്കാൻ വിടുന്നുണ്ട്. കാരണം മുസ്ലിം കുട്ടികൾ പള്ളിക്ക് പോകുന്നുണ്ടെങ്കിൽ പോവട്ടെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാനപ്പോൾ മുസ്ലിം സഹോദരങ്ങളോടൊരു കാര്യം പറയുകയാണ്, ഞങ്ങൾ വെള്ളം ഇട്ടിട്ട് സ്കൂളിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ, അതിവിടെ ഇന്ത്യ രാജ്യത്ത് അത് നടക്കത്തില്ല. പിന്നെ ഈ ടീച്ചറെ കുറിച്ചിട്ട് ഞാൻ പഠിച്ചപ്പോൾ ഇവർ വലിയൊരു വർഗീയവാദിയാണ്. അതായത് ഒരു കാര്യം പറയാം, അവിടെ ഒരു മുസ്ലിം പാരൻസും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. വെള്ളം ഇട്ടിട്ട് വരുന്നു ആരും പറഞ്ഞിട്ടില്ല. ഈ ടീച്ചർ കാരണം വേറെ മതത്തിൻ്റെ, അത് മുസ്ലിം മതത്തിൻ്റെ ആണോ ക്രിസ്ത്യൻ മതത്തിൻ്റെ ആണോ ഞാൻ പറയുന്നില്ല, വേറൊരു മതത്തിൻ്റെ ഒരു ടീച്ചർ രാജിവെച്ച് പോയി ടീച്ചറെ സഹിക്കാതെ. അത്രയും വലിയ, അതായത് ശശികളേക്കാളും വലിയൊരു വർഗീയതയുടെ വിഷമാണ് ഈ ടീച്ചർ തുപ്പുന്നത് എന്നാണ്. എൻ്റെ പൊന്നു VD സതീശൻ സർക്കാരിനോടൊരു കാര്യം പറയുകയാണ്, ഇത്തരത്തിലുള്ള വിഷൻ ടീച്ചറുകളെ നമ്മൾ ഇപ്പം തന്നെ നടപടിയെടുത്ത് പുറത്താക്കിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. അതിപ്പോൾ മുസ്ലിം ടീച്ചറായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും ഇങ്ങനെ വർഗീയതയുടെ വിഷം തുപ്പുന്ന നായ്ക്കളായ ടീച്ചറെ നമുക്ക് ആവശ്യമില്ല. സ്കൂളിലേക്ക് മക്കൾ പോകുന്നത് വർഗീയത തലക്ക് പിടിച്ച് തമ്മിൽ തല്ലി ചാവാനല്ല, 4 അക്ഷരം പഠിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ടീച്ചറെ കുറിച്ചിട്ട് ആ സ്കൂളിൻ്റെ വേറൊരു ടീച്ചർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷാകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ജൂൺ 1 പ്രവേശനോത്സവത്തിൽ ചക്കോളി ഭാഗത്തുനിന്ന് ഒരു 10-30 കുട്ടികളും രക്ഷാകർത്താക്കളും TCയും പിന്നെ ആവശ്യമായ രേഖകളും കൊണ്ട് നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ പോയാണ് കൊണ്ടുവന്നത്. വണ്ടിക്കകത്ത് കൊണ്ടുപോയി കുറേ ആൾ കൊണ്ടുവന്ന് ഇവിടെ ആക്കി. അപ്പോൾ പ്രവേശനോത്സവം നടന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് അവർ അഡ്മിഷൻ്റെ സമയം അപ്പോൾ ഞങ്ങൾ തന്നെ അവിടെ നിന്ന് എഴുതി അഡ്മിഷനാക്കി ഓരോരുത്തരെ ഞങ്ങൾ ആ ഓഫീസിൻ്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ ഇവിടെ കുറച്ച് അവർക്ക് ചില കുട്ടികൾക്ക്, ഈ തെറസിലെ കുട്ടികൾക്ക് വെള്ളിയാഴ്ച വരാൻ സാധിക്കത്തില്ല. അപ്പം പറഞ്ഞ് ഇവർ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിച്ച് എല്ലാ ദിവസവും വരും. HM വിളിച്ച് ഓരോരുത്തരത്തും ചോദിച്ച് നിങ്ങൾ എല്ലാ ദിവസവും വരുന്ന കുട്ടികളാണോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു വെള്ളിയാഴ്ച കാണാം മുടങ്ങുമായിരിക്കും ടീച്ചറെ എന്ന് പറഞ്ഞു. ഇവിടെ മുസ്ലിങ്ങളെ കയറ്റത്തില്ല, വെള്ള വസ്ത്രം ധരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അനുവദിക്കത്തില്ല, വെള്ളിയാഴ്ച വരുന്നില്ല, ഇനി ഇവരെ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തില്ല എന്ന് ഇവർ അവിടെ നിന്ന് പരസ്യമായിട്ട് ഇവരെ ആക്ഷേപിച്ച് വിടുകയാണ് ചെയ്തത്. ഈ രക്ഷാകർത്താക്കൾ എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും വരാം, എല്ലാ ദിവസവും ടീച്ചർ അഡ്മിഷൻ എടുക്ക്. ഈ ടീച്ചർ അതും കേട്ടില്ല. ഞങ്ങൾ ഈ തെറസിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ അവർ ഒരു ദിവസം പോലും ഞങ്ങളെ വീട്ടിൽ ഇരുത്താതെ കുട്ടികളെ കൊണ്ടുവന്ന് നിരന്തരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളെ ഈ PTA-ക്കാരെല്ലാം കൂടിയാണ് ചക്കവള്ളി ഞങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുവന്നത്. സ്ക്വാഡ് വർക്ക് ചെയ്താണോ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്? ഞങ്ങൾ 2-3 അധ്യാപകരും അത് കഴിഞ്ഞിട്ട് PTA-ക്കാരും കൂടെ എൻ്റെ ഒരു പോസ്റ്റിന്റെ കാര്യം കൊണ്ടാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നത്. ഈ ടീച്ചറിന് അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തിവൈരാഗ്യം ഒന്നുമില്ല. രാത്രി മുതൽ ഞങ്ങൾ സംസാരിക്കുകയും എടുക്കുകയും ചെയ്തു. ഈ മുസ്ലിം കുഞ്ഞുങ്ങൾ എന്ന് കണ്ടപ്പോഴാണ് അവർക്ക്
അവർക്ക് മാനസികമായിട്ട് ഒരു വിഭ്രാന്തി ഉണ്ടായി. അവിടെ അങ്ങ് ആ രക്ഷകർത്താക്കളെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞു വിട്ടത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ എടുക്കാതിരിക്കാൻ ഇവിടെ അത്രയും സ്ട്രെങ്ത് ഉണ്ടോ? അത്രയ്ക്ക് കൂടുതൽ 5ാം ക്ലാസ്സിൽ 5 കുട്ടികളെ വന്നിട്ടുള്ളൂ ഈ ഏരിയയിൽ നിന്ന്. അത് വന്നിരിക്കുന്നത് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ അനിയന്മാർ മാത്രമാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. അത് ഞങ്ങളെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികളെ ഇവിടെ ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ടീച്ചറിനെ ഇവിടെ പഠിപ്പിക്കുന്ന ഈ ടീച്ചറുള്ള കാലത്തോടെ ഈ കുട്ടികൾ വരത്തില്ല എന്ന് രക്ഷാർത്ഥം ഞങ്ങളുടെ മുഖത്ത് നോക്കി. അപ്പോൾ എൻ്റെ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് വിഷയങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഈ 5 കുട്ടികളാണ് 5ാം ക്ലാസ്സിലേക്ക് വന്നത്. ഇത് അൺഎക്കണോമിക് ആവുകയാണ് ഈ സ്കൂൾ. അപ്പോൾ ഈ സ്കൂൾ അൺഎക്കണോമിക് ആവാതിരിക്കാനാണ് ഞങ്ങൾ പരമാവധി കഠിനാധ്വാനം ചെയ്ത് 10-30 കൂടുതൽ കുട്ടികൾ, കുറച്ച് TC 19 TC വന്നു കഴിഞ്ഞു, ഞങ്ങളുടെ ഓൺലൈൻ വന്നു കഴിഞ്ഞു. ബാക്കിയുള്ളവർ അഡ്മിഷൻ എടുക്കാനായിട്ട് നിൽക്കുന്നു. അതിന് TC വാങ്ങിക്കാൻ ഞങ്ങൾ എഴുതി കൊടുത്ത് TC വാങ്ങിക്കാൻ പോയേക്കുന്ന കുറേ ആൾക്കാർ. ബുധനാഴ്ചയ്ക്ക് മുമ്പ് 10-30 കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാം. ഓൺലൈൻ വന്ന TC ഒക്കെ എന്താ ചെയ്തത്? അവർ തിരിച്ചുവിട്ട്. ഓക്കെ, ഒരു കാര്യം പറയാം. വെള്ളം ഇട്ടിട്ട് ഞങ്ങളെ കുട്ടികൾ വരുമെന്നാണ് ഈ മാതാപിതാക്കൾ വാശി പിടിച്ചതെങ്കിൽ ടീച്ചറുടെ ഭാഗത്താണ് ശരിയുള്ളത്. ഓക്കെ, ആ മാതാപിതാക്കളാണ് തെറ്റ്. ഇവിടെ അതായത് ഈ ടീച്ചർ പറയുമ്പോൾ ഒരു വീഡിയോ കാണുന്നുണ്ട് വെള്ള ഡ്രസ്സ് ഇട്ടിട്ട്. ഞാൻ പേഴ്സണലി പൊന്നു മനുഷ്യന്മാർ 3 മതസ്ഥരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. എൻ്റെ വീഡിയോ 3 മതസ്ഥരും കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു മതത്തിൽ ഞാൻ സപ്പോർട്ട് കൊടുക്കത്തില്ല. ഈ വീഡിയോയിൽ ഇടയ്ക്ക് മറ്റേ വെള്ളം ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. വെള്ളം ഇട്ടിട്ടാണ് ഞങ്ങളിവിടെ പഠിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ ആ ടീച്ചർ ഭാഗത്താണ് ശരി. പക്ഷേ ആ ടീച്ചറുടെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ടീച്ചർ ഇത്തിരി വർഗീയവാദി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.